ഇനി പറയാൻ പോകുന്നത് നമ്മുടെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഡയറക്ടർ ആവാൻ താല്പര്യമുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കുമുള്ള സംശയമാണ്. എന്നെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്ന സംശയമാണ്. 2 ദിവസം മുന്ന് വരെ എന്നോട് വിളിച്ച് ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മൾ സിനിമ ചെയ്യുന്നതിനായിട്ട്, ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ടെക്നിക്കൽ നോളേജ് അറിയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. ഇതിന് ഉത്തരം കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒട്ടുമിക്ക സിനിമേനെ പറ്റി ഒരുപാട് അവഗാഹമില്ലാത്ത ആൾക്കാരൊക്കെ തന്നെ സിനിമ ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ടെക്നിക്കൽ നോളേജ് ഉള്ള ആൾക്കാരും സിനിമ എടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നുള്ളതൊക്കെ നമുക്ക് അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിൽ കൂടി ഞാൻ പറയാം, ടെക്നിക്കൽ നോളേജ് ഉള്ളവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. അത് എവിടെ പോയാലും എങ്ങനെ പറഞ്ഞാലും. നോക്കൂ, നമ്മളൊരു ഡയറക്റ്റ് ചെയ്യുകയാണ്, ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ക്യാമറയിൽ ഏത് ലെൻസാണ്, ഏത് അപ്രേച്ചറിലാണ് ചെയ്യുന്നതെന്നും, ഏത് ലൈറ്റിങ് ഏത് പൊസിഷനാണ് വെക്കുന്നതും, ഏത് ലൈറ്റിംഗ് സെറ്റപ്പാണ് അറിയുന്നതും, അതേപോലെ എഡിറ്റിങ്ങിലും സൗണ്ട് എഫക്ട്സിലും അതേപോലെ തന്നെ VFXിലൊക്കെ തന്നെ നമുക്ക് ഏതൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ വിഷ്വല് പിന്നീട് വരുമ്പോൾ അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷന് ശേഷം ഔട്ട് ഇറങ്ങുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ നമുക്കൊരു ബേസിക് അറിവ് കിട്ടണമെങ്കിൽ നമ്മളെപ്പോഴും നമുക്ക് ടെക്നിക്കൽ നോളേജ് ഉള്ളത് വളരെ നല്ലതാണ്. പിന്നെ ഈ ടെക്നിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഓരോരുത്തരോടും ടെക്നിക്കൽ ടേംസിൽ സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് സംസാരിക്കാതെ വളരെ സിമ്പിളായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ എളുപ്പം ടെക്നിക്കൽ വേർഡ്സാണ്. അത് ടെക്നിക്കൽ നോളേജ് ഉള്ള ഒരു ഡയറക്ടർക്ക് മാത്രമേ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സിനിമയിൽ ഒട്ടുമിക്ക സെക്ഷനിലും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനൊരു സിനിമോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു അറിവില്ലാത്തൊരു ഡയറക്ടർ എന്നോട് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് തോന്നുന്ന ഒരു മനോഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ എന്തായി പറയുന്നേ, ഇയാൾ ഈ പറയുന്നത് എന്താണ്, ഇയാൾ പലപ്പോഴും പല ഭാഗത്തു നിന്നും ചെറുതായിട്ടുള്ള നോളേജുകൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതായത് ലെൻസ് അല്ലെങ്കിൽ അപ്രേച്ചർ, ഇങ്ങനെ പല കാര്യങ്ങൾ. അപ്പം ഇയാൾ ടോട്ടലി മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ വേണ്ടി സംസാരിക്കുന്ന സമയത്ത് മിസ്റ്റേക്കുകളാണ്, പൊട്ടത്തരങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളോട്. അപ്പം എനിക്കല്ല, ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു സിനിമോട്ടോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇയാൾ എന്താ പറയുന്നതെന്ന് ഇയാൾക്ക് തന്നെ അറിയില്ല. ചില അറിവുകൾ അവിടെ നിന്നും ഇവിടെ നിന്നും പകുതി വെച്ച് കിട്ടുന്ന തുണ്ടറിവുകൾ വെച്ചിട്ടാണ് ഇയാൾ നമ്മളായിട്ട് അല്ലെങ്കിൽ സിനിമോട്ടോഗ്രാഫറായിട്ട്